വട്ടൂരിയുടെ പാട്ട് ഷെയ്ഖ് ഇടയ്ക്കിടയ്ക്ക് പാട്ടിറക്കും. ഇപ്പോൾ ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാട്ടിറക്കിയിട്ട് കുറച്ച് അയക്കണ പാട്ട് ഇറങ്ങിയിട്ടെന്നാ തോന്നുന്നത്. ആ പാട്ടൊന്ന് കേട്ട് നോക്കാം നമുക്ക്. കടലും കടലിനെ കരയും ആക്കാൻ കെൽപ്പുള്ളധികാരി അറിവ് സമായിനെ വക്കതാ തിരിമറി ചെയ്യാൻ വമ്പർ മടവൂരി രാവിനെ പകലും പകലിനെ രാവും രാരിരം തന തന താനിന്നോ രാജകിരീടം ചൂടിയ വമ്പരെ നോക്കി പോറ്റും റബ്ബാനി. ഈ പാട്ട് കേട്ടില്ലേ? കരയെ കടലും കടലിനെ കരയും ആക്കാൻ കെൽപ്പുള്ള ആളാണ്. അതുപോലെ തന്നെ രാവിനെ പകലും പകലിനെ രാവും ആക്കാൻ കെൽപ്പുള്ള ആളാണ്. ആണിനെ പെണ്ണും പെണ്ണിനെ ആണും ഇതൊക്കെ സംഭവിക്കാം. ഇതിലൊന്നും തർക്കമില്ല. ഈ പാട്ടും ഈ ചങ്ങായി പാടിയത് തന്നെയാണല്ലോ. ഈ കുരുവട്ടൂരിശിയ നേതാവ് പാടിയത് തന്നെയാണല്ലോ. പാട്ട് ഷെയ്ഖ് പാടിയത് തന്നെയാണല്ലോ. പക്ഷേ ഇതിനൊന്നും നമുക്ക് തർക്കമില്ല. ഇതൊക്കെ സംഭവിക്കാം. ഇതൊന്നും നമുക്ക് നടക്കൂലെന്നൊന്നും പറയാൻ പറ്റില്ല. ഔലിയാക്കന്മാർക്ക് അവരുടേതായ നമ്മുടെ ദൃഷ്ടിയിൽ ചിലപ്പോൾ അവർക്ക് അതാക്കി തരാൻ സാധിക്കും. അത് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവുകളെ കൊണ്ട് സംഭവിക്കാം. ഇതിനൊന്നും നമ്മൾക്ക് തർക്കമില്ല. നമ്മളുടെ തർക്കം കിടക്കുന്നത് 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് എന്ന് പാടിയ പാട്ടാണ് കുഫരിയത്ത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആ പാട്ട് പാടിയേച്ച് പോയിട്ട് എന്ത് ചെയ്യും? തൗബ ചെയ്യും. എന്നിട്ട് ആ പാട്ട് പാടിയിട്ട് ആ പാട്ടിനെ ഗണ്ണിച്ചപ്പോൾ അവൻ രണ്ടാമട്ടം വേറൊരു പാട്ട് പാടിക്കണം. ആ പാട്ടൊന്ന് കേട്ടോക്കാണ്. കണ്ടത് കേട്ടത് പറയടാ ആർക്കാടാ മടവൂരിൻ വാക്ക് മനസ്സിലായത്. അതിന് ശേഷം പാടിയ പാട്ടാത്. ആർക്കാടാ മടവൂരിൻ വാക്ക് മനസ്സിലായത്. ഇവന് മനസ്സിലായിക്കണ്. ഇവനെ പറ്റിയിട്ടും കൂടി ഇല്ല. അതിൻ്റെ മുന്നേ വഫാത്തായി പോയിക്കണം മടവൂര്. എന്നിട്ട് അവൻ പറയപ്പോൾ ആർക്കാടാ മടവൂരിൻ വാക്ക് മനസ്സിലായത്. ഒരു 5-8 മൂതരം ഉണ്ടോ. കുരുവട്ടൂരി തന്നെയാണ്, വട്ടൂരി തന്നെയാണ്. കാരണം തള്ളവിരലുമ്മ വരെ മൂതരട്ടിക്കണ്. ഓൻ്റെ തള്ളവിരലുമ്മ വരെ മൂതര. പിന്നെ എല്ലാ വിരലുമ്മ കൂടിയിട്ട് മൂതരം. 2 കജ്ജിലും മൂതരമുണ്ട്. ഏതായാലും കുരുവട്ടൂരി തന്നെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ബാക്കിയും കൂടി പാടട്ടെ. ഇനി ആലിമീങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ആലിമീങ്ങൾ പോലും ചൊല്ലുന്നേ. ഇവൻ്റെ വാക്ക് കേട്ടില്ലേ? ആലിമീങ്ങൾ പോലും ബബ്ബ പറയുന്നേ. എന്താ ഇപ്പം ഇവൻ്റെയൊക്കെ ലെവല്? ഇതിപ്പോൾ എന്തിനു പറഞ്ഞാൽ അറിയോ? ഇവനെ എന്ത് ചെയ്തു? 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് എന്ന് മടവൂരിനെ പറ്റിക്കൊണ്ട് പാടിയപ്പോൾ അത് ശരിയല്ല, അത് മുർത്തദ്ദാകുന്ന കാര്യമാണെന്ന് ആലിമീങ്ങൾ പറഞ്ഞപ്പോൾ ഇവൻ ആലിമീങ്ങളെ ബബ്ബ പറയുന്നേ. ഈ പോത്ത് പറയുന്ന അതാണ്. എന്ത് കഥ ഇവനൊക്കെ ഉള്ളത്. ആരാടാ മടവൂരെ കണ്ടത് കേട്ടത് പറയടാ ആർക്കാടാ മടവൂരിൻ വാക്ക് മനസ്സിലായത്. ആലിമീങ്ങൾ പോലും ബബ്ബ ചൊല്ലുന്നേ. ജയ ജയ ഗോതയിൽ ശംസുല്ലുലമായും വടകര മൂപ്പര് കീണാശ്ശേരി ചുറ്റി നടന്നൊരു കഴബത്താണോര്. എല്ലാം മടവൂരങ്ങ് വിഴുങ്ങിപ്പോയി പാണി നോക്കേടോ പോയെത്തും പറയാതേടോ. നൗഷാദിനൊത്തൊരു പാട്ടുകാരൻ വഹിക്കണം. ഏതായാലും നൗഷോ അനക്കൊത്തൊരു പാട്ടുകാരൻ വഹിക്കണം. കാരണം ഇജങ്ങനെയാണല്ലോ. നല്ലത് ഇപ്പുറത്ത് പറയുമ്പോൾ അതിന് നേരെ എതിരിപ്പുറത്ത് പറയാം. പണ്ട് ഈ വത്തപ്പിരിയം സക്കാഫിൻ്റെയും അതുപോലെ വഹാബ് സക്കാഫിൻ്റെ ഒക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ സാധാരണ പറയലുണ്ട്, പിന്നെ മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളൊന്ന് കരഞ്ഞു കാണണം എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറയാറുണ്ട്. അതൊക്കെ ശരിക്കും ഫിറ്റാകുക ഇവനാണ്. ഇവന് ദീനൊന്നും പ്രശ്നമല്ല. ഇവിടെ എന്താ കാന്തപുരം വിഭാഗത്തിനൊന്ന് തോൽപ്പിക്കണം. അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. പൊന്നാരൻ്റെ നൗഷാദെ അനക്കൊത്ത ആള് ഇജോനെ വിളിച്ചുകാണ്ട് ഇനിയും പാടിക്കൂടുന്ന ഒരു ആ പാട്ട് ഇനിയോ പാടുക. എന്നിട്ട് ആലിമീങ്ങൾ ബബ്ബ പറയുന്നത് പോയി പണി നോക്കേടാ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുണ്ടാക്കുക. എന്ത് അനക്ക് വേറെ എന്തെല്ലാം നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകയറ്റി മടവൂരിനെ വേറെ എന്തെല്ലാം കോലത്തിൽ പുകയറ്റിയാണ്ട് പാടാൻ പാട്ടുണ്ട്. എന്നിട്ട് ഇജ്ജ് പാടുന്ന പാട്ടാണുള്ളത്. എൻ്റെ പാട്ടിനെ ന്യായീകരിക്കാൻ വേണ്ടിക്കൊണ്ട് നൗഷാദ് വേറെ ഇജ്ജ് 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് എന്നുള്ള പാട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് നൗഷാദ് കുറച്ച് വായിച്ചു. എന്നിട്ട് വായിച്ചിട്ട് പറയാം പിന്നെ AP വിഭാഗത്തിൻ്റെ ഉറക്കം കെടുത്തുകയാണ്. അത് പറയുന്നൊന്ന് കേട്ടോ കാണി.
ഓൻ പറയുന്നുണ്ട് നൗഷാദ്. അതാ അന കുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനതി. നിങ്ങളിന്ന് ശരിക്കും ഉറങ്ങലുണ്ടാവില്ല കേട്ടോ. അന കുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനതി. എന്നിട്ട് പറയാ ഇവലേക്ക് ഉറങ്ങലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ ഇവൻ്റെ പുതിയ ഈ മൊയ്ന്തുകൾ കേൾക്കുമ്പോൾ ഓ ഭയങ്കര സംഭവം തന്നെ കേട്ടോ, ഇത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഇത് എന്ന് കരുതിയിട്ട് ആകെ ബേജാറാകുകയാണേ ഇവൻ്റെ ആൾക്കാരേ. ഇവൻ്റെ ആൾക്കാർ ബേജാറാകുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയും കൂടി പറയട്ടെ. ബിഹാറം വതൂഫാനൻ അലാ കഫി ഖുദ്റതി. ദാ ഫതുഹുൽ ഗൈബിന്റെ ലാസ്റ്റ് നോക്ക് ബൈത്ത്. ഇവ ഇങ്ങനെയൊക്കെയാണ് പറയുമ്പോൾ ഇവൻ മാത്രമുള്ള ആ കിതാബ് കണ്ടിട്ട് ആ കിതാബ് വേറുള്ളവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള നിലക്ക് പറയുന്ന മാതിരിയാണല്ലോ. അപ്പം ഈ മൊയ്ന്തുകൾ ഇത് എന്നാ നൗഷാദ് കണ്ടത്തരെ, മൗലാനാ നൗഷാദ് റളിയല്ലാഹുവിനെ കണ്ടത്തരെ വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ലാന്ന് ഇവൻ്റെ കുറച്ച് കുഞ്ഞാടുകളെയും ഇരിക്കണ് ആയിട്ട് വിചാരിക്കുകയാണ്. എന്താ പറഞ്ഞേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു. ഈ രൂപത്തിലാണോ നൗഷാദെ അതിന് അർത്ഥം വെക്കൽ? ഈ രൂപത്തിലാണോ അതിന് സുന്നികൾ അർത്ഥം വെക്കേണ്ടത്? ഈ രൂപത്തിൽ ആരാണ് നൗഷാദെ അതിന് അർത്ഥം വെക്കൽ? ഇത് എത്ര ഗണ്ണനത്തിന് പങ്കെടുത്തിക്കണടാ, എന്തിനാ ഇതൊക്കെ മൂടി വെക്കണ്? എത്ര മുഖാമുഖത്തിൽ ഇച്ച് പങ്കെടുത്തിട്ടുണ്ട്, എത്ര സംവാദങ്ങളിൽ വഹാബികളോട് ഇനി പങ്കെടുത്തിട്ടുണ്ട്. ഇതാണോ അതിൻ്റെ യഥാർത്ഥ അർത്ഥം നൗഷാദെ? നൗഷാദെ ഇങ്ങനെയാണോ? എന്തിനാടാ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ജനങ്ങളിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നത്? പ്ലീസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞോ, പക്ഷേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ജനങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കല്ലേ. അതിൻ്റെ യഥാർത്ഥ രൂപം അലവി സഖാഫി ഉസ്താദ് പറയുന്നുണ്ട്. ഇത് ഇജ്ജ് പറഞ്ഞതും ഉണ്ടാവും, ഇതിൻ്റെ മുന്നേ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ടു നോക്കണം നമുക്ക്. ആ കപ്പൽ സഞ്ചരിച്ചത് അലാ കഫി ഖുദ്റതി, എന്റെ കുതിരത്തിന്റെ മേലാണല്ലോ. അപ്പൊ നൂഹ് നബിയെ കാട്ടിയും വലിയ ആളാ നിങ്ങൾ ഫത്വ ഇറക്കൂലേ? ഈ വിഷയമൊക്കെ നൗഷാദിന് ശരിക്കും അറിയട്ടോ, പക്ഷേ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളഞ്ഞു എന്നാണ് തോന്നുന്നത്. നൂഹ് നബിനേക്കാളും വലിയ ആളാണെന്നുള്ളത് ഫത്വ ഇറക്കൂലേ? ഇവൻ അർത്ഥം വെച്ചതിൻ്റെ തെറ്റാണ്. ആ രൂപത്തിലേ അല്ല അവിടെ, അതിൻ്റെ യഥാർത്ഥ രൂപം ഇത് അലവി സഖാഫി ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മൊയ്‌ദി ഷെയ്ഖിനെ പ്രസവിച്ചിട്ടില്ലല്ലോ. മൊയ്‌ദി ഷെയ്ഖ് റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളിൽപ്പെട്ടയാളല്ലേ. എന്നിട്ട് ഇതൊക്കെ അതൊക്കെ ഒരു മാനവീയായ അതല്ലെങ്കിൽ ഒരു ആലങ്കാരിക പ്രയോഗം എന്നൊക്കെ അതിന് ഉപയോഗപ്പെടുത്താം എന്നുള്ള രൂപമാണ് അതിനുള്ളൂ. എന്നിട്ട് അതിനെ വേറെ രൂപത്തിൽ കോട്ടിമാറ്റിക്കൊണ്ട് പറയാൻ വഹാബികളുടെ വാദമാണ് നൗഷാദ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ സുന്നി ആശയവാദം നമ്മുടെ അലവി സഖാഫി ഉസ്താദ് പറയുന്നുണ്ട്. എന്ന് കേട്ടു നോക്കാം നമുക്ക്. മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞു ഞാനാണ് രക്ഷപ്പെടുത്തിയത്, അത് കളവാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞ ഗ്രന്ഥാണിത് ഫുതൂഹുൽ ഗൈബ്. ഈ ഗ്രന്ഥത്തിൽ കാണാ അനകുന്തു ബഅനൂഹിൻ ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് ജീലാനി പറയാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലുണ്ടായപ്പോൾ ഞാനും ആ കപ്പലിലുണ്ടായിരുന്നു, ഞാനും നൂഹ് നബിയോടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അന്ന് പ്രസവിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആ പറഞ്ഞതിന്റെ അർത്ഥം വ്യക്തമാണ്, ഒരു ആലങ്കാരിക പദപ്രയോഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നൂഹ് നബി ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് ജീലാനി അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ് അല്ലേ, റസൂലുള്ളാഹിന്റെ പൗത്രനാണ്. അള്ളാഹിന്റെ റസൂലിന്റെ നുത്ഫത്ത് ആ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി ആ റസൂലുള്ളാഹിൽ നിന്ന് വരുന്നയാളല്ലേ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് ജീലാനി. അപ്പൊ അവരോടുകൂടെ ബഹുമാനപ്പെട്ടവരും ആ കപ്പലിൽ ഉണ്ടായിരുന്നു. ഇതാണ് ആ പറഞ്ഞത്. അതല്ലാതെ ഞാൻ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടില്ല, ഇല്ല, ഈ വരിയിൽ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മങ്കൂസ് മൗലിദിൽ പറഞ്ഞതിന് എതിരുമല്ല. അപ്പോഴാണ് ചോദ്യം, പരിശുദ്ധ ഖുർആൻ പറയുന്നതോ ഫഅൻജയ്നാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൽ ലിൽ ആലമീൻ.
ആ നൂഹ് നബിയെയും കപ്പലിലുള്ള ആളുകളെയും രക്ഷപ്പെടുത്തിയത് ഞാനാകുന്നു നല്ല പറയുന്നു. അതുകൂടി എതിരാകണില്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ അള്ളാഹു അല്ല രക്ഷപ്പെടുത്തിയത്, മുഹീദ്ദീൻ ശൈഖാണ് അല്ലെങ്കിൽ റസൂലാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എത്രയേ പറഞ്ഞുള്ളൂ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു, സഹായം തേടി, അതുണ്ടായത് തന്നെയാണ്. അപ്പൊ അള്ളാഹു രക്ഷപ്പെടുത്തും ചെയ്തു. രക്ഷപ്പെടുത്തിയതാരാ? അള്ളാഹുവാണ്. അതിന് കാരണം എന്താ? റസൂലിനെ കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു, സഹായം തേടി, അതുണ്ടായത് തന്നെയാണ്. അപ്പൊ അള്ളാഹു രക്ഷപ്പെടുത്തും ചെയ്തു. രക്ഷപ്പെടുത്തിയതാരാ? അള്ളാഹുവാണ്. അതിന് കാരണം എന്താ? റസൂലിനെ കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാം തവസ്സുൽ ചെയ്തതാണ്. എവിടെ വൈരുദ്ധ്യം? ഇത് വൈരുദ്ധ്യമാണ് എന്ന് പറയുന്നവർ കഴിക്കുന്നത് ഭക്ഷണമാണോ എന്ന് പരിശോധിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. സഹോദരന്മാരെ, വൈരുദ്ധ്യം എന്താന്ന് പറഞ്ഞാൽ തിരിയണ്ടേ? മലയാള പദം പോലും ഇയാൾക്ക് അറിയില്ല. എന്നിട്ട് ഇയാളാണ് ഇപ്പൊ മുജാഹിദിന്റെ. കണ്ടില്ലേ അലവി സഖാഫി ഉസ്താദ് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഭാഷ ഇത് ഉപയോഗിച്ചത്, ഈ അർത്ഥം ഉപയോഗിച്ചത് ആരാണ്? അത് വഹാബികളുടെ ആശയമാണ്. ആ വഹാബികളുടെ ആശയപ്രകാരമാണ് നൗഷാദ് അർത്ഥം വെച്ചത്. നോക്കിങ്ങൾ. എന്നിട്ട് ഇവരാത്തരെ സൂഫിയാക്കൾ, ഇവരാത്തരെ ത്വരീക്കത്തുകാർ, ഇവരാത്തര മസായിഹന്മാർ, ഓലക്കട മൂടാങ്ങൾ മസായിഹന്മാർ. മസായിഹന്മാരുടെ പിൻബലുണ്ടെങ്കിൽ ചങ്ങായി അജ്ജി തുള്ളി തോന്നിയും പറഞ്ഞു നടക്കുക. എന്ത് മസായിഹ അത്? അള്ളാഹു ഇഷ്ടപ്പെട്ട മസായിഹന്മാരുടെ കയ്യിലാണെങ്കിൽ എൻ്റെ നാവുമെന്ന് ഒരു അനാവശ്യ വാക്ക് വരുമോ? എന്താ ചൊക്കെ പറയണത്? എന്താ എൻ്റെ കോമാടനൊക്കെ പറയണത്? എൻ്റെ ശേഖ് കർണാൾ, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞേമത്, എൻ്റെ മറ്റേ പമ്പൈസ്, ഇവരൊക്കെ പറഞ്ഞു കൂട്ടുന്നതിന് കണക്കുണ്ടോ? വേട്ടാവൃത്തികൾ. എന്നിട്ടും മസായിഹൻ്റെ പേരും പറഞ്ഞാണ്ട് കള്ള മസായിഹന്മാർ, കള്ള ത്വരീക്കത്തുകാർ, കള്ള സൂഫിയാക്കൾ എന്നല്ലാതെ എന്താണ് നിങ്ങളെ പറ്റി പറയാ? അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുന്ന ഒരു ഷെയ്ഖും ഒരു മുരീദും ആണെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ പറയില്ല. കള്ളന്മാരങ്ങൾ.